നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസത്തോടെ തന്നെ തൊഴിൽ ചെയ്യാം. അതായത് തൊഴിലുടമകളുടെ അവകാശങ്ങളെ ഹനിക്കാതെയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചും തൊഴിൽ നിയമം പരിഷ്കരിച്ചുകൊണ്ട് UAE രംഗത്തെത്തിയിരിക്കുകയാണ്. തൊഴിൽ മേഖലയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിച്ചുള്ള പരിഷ്കാരങ്ങളാണ് ഫെഡറൽ നിയമം 33 വരുത്തിയതെന്ന് ദുബായ് കോടതികളുടെ ന്യായാധിപൻ ഡോക്ടർ അലി അൽ ഹുസൂനി വ്യക്തമാക്കുകയുണ്ടായി. തൊഴിലാളിയെ മുന്നറിയിപ്പില്ലാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അവകാശം തൊഴിലുടമയ്ക്ക് നൽകുമ്പോൾ സ്പോൺസറെ മുൻകൂട്ടി അറിയിക്കാതെ തൊഴിലിന് അപേക്ഷിക്കാനുള്ള അനുമതി തൊഴിലാളിക്കും നൽകുകയാണ് ചെയ്യുക. കൂടാതെ തൊഴിൽ കരാറിന്റെ തരം തിരഞ്ഞെടുക്കൽ, പ്രൊബേഷൻ കാലാവധി, തൊഴിൽ കരാർ കാലാവധി, തീരുന്ന കാലത്തോളമുള്ള വിവിധ തരം അവധികൾ, തൊഴിലുടമയുടെ അവകാശങ്ങൾക്ക് ഭംഗം വരുത്താതെ മറ്റൊരു ജോലിയിലേക്ക് തൊഴിലാളിക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം എന്നിവ പരിഷ്കരിച്ച തൊഴിൽ നിയമ പരിധിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലാളിക്ക് അനുയോജ്യ താമസ സൗകര്യം നൽകാൻ തൊഴിലുടമയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ താമസ അലവൻസ് പണമായി നൽകണം. അതിനും സാധിക്കുന്നില്ലെങ്കിൽ തന്നെ തൊഴിലാളിക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ മറ്റു മാർഗങ്ങൾ തേടണം. ജോലിക്കാരെ കൊണ്ടുവരാനും കരാർ രൂപപ്പെടുത്താനുമുള്ള വിസ ചിലവുകൾ സ്പോൺസർ തന്നെ വഹിക്കണം. നിർബന്ധിപ്പിച്ചോ പീഡിപ്പിച്ചോ തൊഴിലെടുപ്പിക്കുന്നത് കർശനമായി വിലക്കുന്നതാണ് പുതിയ തൊഴിൽ നിയമം. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ശാരീരികമായോ മാനസികമായോ തൊഴിലാളികളെ പ്രയാസപ്പെടുത്താൻ പാടില്ലെന്ന് ഡോക്ടർ അലി പറഞ്ഞു. അങ്ങനെ തൊഴിൽ ഉപേക്ഷിക്കുമ്പോൾ 3 മാസം മുൻപ് രേഖാമൂലം വിവരം അറിയിക്കണമെന്നാണ് ചട്ടം. എന്നാൽ സ്ഥാപനം അടച്ചിടൽ ഭീഷണി നേരിടുകയോ തൊഴിലുടമ പാപ്പരാവുകയോ ചെയ്താൽ മുന്നറിയിപ്പില്ലാതെ തൊഴിലിൽ ഉപേക്ഷിക്കാൻ ജീവനക്കാരന് സാധിക്കുന്നതാണ്. തൊഴിൽ കരാറിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാലും മുന്നറിയിപ്പില്ലാതെ തൊഴിലിൽ ഉപേക്ഷിക്കാം. തൊഴിലുടമയോ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികളോ തൊഴിലാളിയെ ആക്രമിച്ചാലും തൊഴിൽ വിടാം. തൊഴിൽ കരാറിന് വിരുദ്ധമായ ജോലിയാണ് നൽകിയതെന്ന് ബോധ്യപ്പെട്ടാലും തൊഴിലിൽ നിന്ന് ഒഴിവാകാൻ നിയമം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അകാരണമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ നഷ്ടപരിഹാരം തേടാൻ തൊഴിലാളിക്ക് അവകാശമുണ്ട്. ഇതിനായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ പരാതി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ഇത്തരത്തിൽ ആരെയും പിരിച്ചുവിടാം. ഏതൊക്കെയാണ് നിർദ്ദേശങ്ങളെന്ന് നോക്കാം. ആൾമാറാട്ടം നടത്തി തൊഴിൽ നേടിയാൽ പുറത്തേക്കുള്ള വഴി വേഗം തുറക്കും. വ്യാജരേഖകൾ സമർപ്പിച്ച് തൊഴിൽ തട്ടിയെടുത്തതാണെന്ന് വ്യക്തമായാൽ അങ്ങനെ ചെയ്യാം. തൊഴിലിടത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മനഃപൂർവ്വം നശിപ്പിച്ചാലും അങ്ങനെ ചെയ്യാൻ സാധിക്കും. തൊഴിലുടമയ്ക്ക് വൻ ബാധ്യത ഉണ്ടാക്കിയാൽ അടിസ്ഥാന ജോലികൾ അവഗണിക്കുക, സ്ഥാപനത്തിന്റെ വ്യാവസായിക ആശയപരമായ സ്വകാര്യതകൾ ചോർത്തുക, ഇങ്ങനെ ചെയ്താലും ഇതിന് സാധിക്കും. ലഹരി ഉപയോഗം, തൊഴിലിടങ്ങളിൽ മറ്റ് സദാചാര വിരുദ്ധ പ്രവർത്തികൾ നടത്തിയാൽ തൊഴിലുടമയെ കയ്യേറ്റം ചെയ്യുക, 1 വർഷം 20 ദിവസത്തോളം ജോലിയിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ മാറി നിന്നാൽ, തുടർച്ചയായി 7 ദിവസം ജോലിക്ക് എത്താതിരുന്നാൽ, വ്യക്തിപരമായ നേട്ടത്തിനും വരുമാന സമ്പാദനത്തിനുമായി തൊഴിൽ പദവികൾ ദുരുപയോഗം ചെയ്താൽ. എന്നാൽ ഗർഭിണികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ തൊഴിൽ നിയമത്തിലുണ്ട്. എന്നാൽ ഇത് തടയുന്നതിനായി ഗർഭിണികളായ ജീവനക്കാരെ പിരിച്ചുവിടരുത്. അവരുടെ ഗർഭകാല ആനുകൂല്യങ്ങളോ അവധിയോ തടയരുത്. ഗർഭിണിയാകുന്നതോടെ തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതും നിയമലംഘനമാണ്. പുതിയ നിയമം സംബന്ധിച്ച് അവബോധമുണ്ടാക്കാൻ കോടതി തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെ തൊഴിൽ കരാർ രൂപപ്പെടുത്തി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങളിൽ തൊഴിൽ വിടാനും സ്വാതന്ത്ര്യം പുതിയ നിയമം നൽകുന്നു. വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതും ദേശീയ പുരോഗതി എന്ന ലക്ഷ്യം നേടുന്നതിൽ തൊഴിലുടമകളെ സഹായിക്കുന്നതുമാണ് നിയമപരിഷ്കരണം.